ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടപാദമുനയേ നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും കൃഷ്ണാമൃതം എന്നുള്ള നാരായണീയം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം അരുളുകയാണ്. നമുക്ക് ഓരോ ദിവസം ഓരോരോ ദശകത്തിലെ ഓരോരോ ശ്ലോകമോ 2 ശ്ലോകമോ വായിച്ച് പഠിക്കാം. ഞാൻ എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതുപോലെ പറഞ്ഞു തരാം. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആദ്യത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം തുടങ്ങുമ്പോൾ ഓം നമോ നാരായണായ എന്ന് ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ. നാരായണീയം ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും നിന്റെ വൃത്തം ശ്രദ്ധര എന്നാണ്. ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്ത ഭാഗ്യം ജനാനാം. ഇതെങ്ങനെയാ പദം മുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക നോക്കിയാലോ. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം. ഈ 4 വാക്ക് കൂടിയതാണ് ആദ്യത്തെ വരിയിൽ കാണുന്നത്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് കാലദേശ അവധിഭ്യാം എന്ന് വേണം ചൊല്ലാൻ പദം മുറിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഒന്നിച്ച് ചെല്ലുന്ന സമയത്ത് കാലദേശാവധിഭ്യാം എന്നും ചൊല്ലാം. ആദ്യത്തെ വരി നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. മനുപമിതം എന്നല്ല, അനുപമിതം. അപ്പൊ അവിടെ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് ചൊല്ലണം. കാലദേശ അവധിഭ്യാം, കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. തത് താവത്, അതാണ് തത്താവത് എന്നായിട്ടുള്ളത്. തത് താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ സന്ത ഭാഗ്യം ജനാനാം. തത് താവത്, അപ്പൊ തത്താവത് എന്ന് വരും. ഭാതി സാക്ഷാത് ഗുരുപവനപുരേ സന്ത ഭാഗ്യം
ജനാനാം. ചെറുതായിട്ട് അതിൻ്റെ ഒരു അർത്ഥം കൂടി നമുക്ക് നോക്കിപ്പോവാം. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാത്ത, ഏറ്റവും കട്ടി കൂടിയത് എന്നൊക്കെയാണ് അർത്ഥം. ആനന്ദം, സുഖം ദുഃഖം, സങ്കടം സന്തോഷം, ഇതുപോലെയുള്ള ആനന്ദം. ആനന്ദം എന്നുള്ളത് ഒരു അനുഭവമാണ്. അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. ജ്ഞാനവും അവബോധാത്മകം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് പൊരുൾ. ജ്ഞാനവുമാകുന്ന അനുപമിതം, ഒരു വിധത്തിലും ഉപമിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ സാദൃശ്യമില്ലാത്തത് എന്നർത്ഥം. കാലദേശ അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. കാലത്തിൻ്റെ അവധിയും ദേശത്തിൻ്റെ അവധിയും എത്രയോ ദൂരെ നിൽക്കുന്നത് അല്ലെങ്കിൽ വേർപെട്ടതും, സുഖദുഃഖാദികളുടെ സംവാദം, മായാബന്ധം ഇല്ലാത്തതും, നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ശ്രുതി എന്നൊക്കെ അർത്ഥം. അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെടുന്നതും. ശ്രുതിവാക്യങ്ങളാണ് ഈ പരമ്പൊരുളിനെ കുറിച്ചൊക്കെ നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരുന്നത്. അസ്പഷ്ടം, വ്യക്തമല്ലാത്തത്. ഇഷ്ടമാത്രേ പുനഃ, എന്നാലും ഒന്ന് കണ്ടാൽ തന്നെ. അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തത്. പക്ഷേ ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പുരുഷാർത്ഥാത്മകം. പുരുഷാർത്ഥങ്ങൾ 4: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഒരു പുരുഷാർത്ഥം എന്ന് പറഞ്ഞാലോ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള മോക്ഷം എന്നർത്ഥം. ബ്രഹ്മതത്വം, തത് ബ്രഹ്മതത്വം. ഈ ബ്രഹ്മം എന്ന് പറയുന്ന പരമമായ പരമാർത്ഥമായ വസ്തു ഗുരുപവനപുരേ താവത് സാക്ഷാത് ഭാതി. ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. ഹന്ത, ആശ്ചര്യം. അഹോ ജനാനാം ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരുവായൂരപ്പനെ പരബ്രഹ്മമായിട്ടാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അദ്ദേഹത്തിന് പോയ ഉടനെ തന്നെ ആ ദിവ്യ വിഗ്രഹം കണ്ടതോടുകൂടി തന്നെ അദ്ദേഹം ഇത് വെറും വിഗ്രഹമൊന്നുമല്ല, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്, പരമ്പൊരുൾ, സത്യമായ പൊരുൾ എന്നുള്ളത് തന്നെയാണ് എന്നതാണ് ഇവിടെ നമുക്ക് സ്പഷ്ടമാക്കി പറഞ്ഞു വരുന്നത് ഭാഗവതത്തിൽ. സത്യം പരം ധീമഹി, അതുപോലെ സത്യപ്പൊരുളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പരമ്പൊരുളിന് കാലങ്ങളില്ല, ദേശങ്ങളില്ല, ഒന്നിനോടും ഉമ്മിക്കാൻ പറ്റില്ല. എപ്പോഴും ഉള്ളതാണ്, എവിടെയും ഉള്ളതാണ്, ഏത് നേരത്തും ഉള്ളതാണ്. അത് ആനന്ദ സ്വരൂപമാണ്, ആനന്ദമാണ്, അവബോധം ജ്ഞാനത്തെ തരുന്നതാണ്, ഒന്നിനോടും ഉമ്മിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള പരമ്പൊരുൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അസ്പഷ്ടം എന്ന് പറഞ്ഞത്. പക്ഷേ ദൃഷ്ടമാത്രേ, ഒന്ന് കണ്ടു കഴിഞ്ഞാലോ ഇത് ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉയർന്നു വന്നാലോ, ആ അനുഭവം നമുക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ ഒരു പുരുഷാർത്ഥമാണ് കിട്ടാൻ പോകുന്നത്. പറയുന്നത് ഒരു പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ മോക്ഷം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഭഗവാനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ഉണർവ്,
ആ ശക്തി നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനെ പേടിക്കണം, ആരെ പേടിക്കണം? അനേകായിരം വേദാന്ത തത്വങ്ങളെ കൊണ്ട് പ്രതിപാദിക്കപ്പെടുന്ന ഈ വസ്തു ഉണ്ടല്ലോ, ഈ വസ്തുവാണ് ഇവിടെ ഗുരുവായൂരപ്പനായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളെ, നമ്മളെല്ലാവരും ഭാഗ്യശാലികളാണ്. ഹന്ത ഭാഗ്യം ജനാനാം എന്നാണ് ഭഗവാനെ കുറിച്ച് ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.